ഇവിടെ വർക്കിംഗ് വിമൺ ആണെങ്കിലും ഹോം മേക്കേഴ്സ് ആണെങ്കിലും രണ്ട് കൈകൊണ്ട് ഇവര് കാണിക്കുന്ന മാജിക്കൊന്നും ഒരു മജീഷ്യനും കാണിക്കാൻ പറ്റത്തില്ല. അതിനെപ്പറ്റിയാ ഈ നിഷ്കളങ്കയായ ആദിക്കുട്ടൻ പറയുന്നത്. അയലത്തെ വീട്ടിൽ പോയി ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പോലുള്ള സമയം നമുക്കില്ല. എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ അതും നമ്മൾ ഫോൺ വിളിച്ചേ പറയും. വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ എന്നെ തന്നെയാണ് പറയുന്നത്. ഞാൻ എന്നെ മാത്രം ഉദ്ദേശിച്ചാ പറഞ്ഞത്. ഒരിടത്തും പോകത്തില്ല. പക്ഷെ ഈ സൺഡേ ഞാൻ പോയി കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ എനിക്ക് എന്നിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ നടക്കുന്ന പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബ്രെയ്ഡ്സ് ഹെയർ സ്റ്റൈലിംഗ്. വളരെയധികം സമയമെടുത്ത് ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഇത് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ജെറ്റിനിൻ. ജെറ്റിനിൻ ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ മലാവി സ്വദേശിനിയാണ്. 5-6 മുടിയുള്ള ഈ തലയുടെ മുതലാളിയാണ് മാഹിത. മാഹിത ഒരു സൂപ്പർ കുക്കൂടിയാണ് കേട്ടോ. മാഹിത വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചത്. പക്ഷെ അത് തിന്നുന്ന ആവേശത്തിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ജെറ്റിനിൻ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആത്മാർത്ഥതയോടുകൂടി ഇതിൽ ഇന്നൊരു താജ്മഹൽ പണിയൊന്നാ പറയുന്നത്. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ബ്രെയ്ഡ്സ് ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്രത്തോളം ഭംഗിയുണ്ട് കാണാനായിട്ട്. പണിയൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ജെറ്റിന് ഈ മുടി അവരെടുക്കുന്നതേ ഒരു പേന ഉപയോഗിച്ചിട്ടാ. എന്തടിപൊളിയാന്ന് നോക്കിയേ ഈ ഹെയർ സ്റ്റൈല്. സൂപ്പറായിട്ടുണ്ട്. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ മുടിയുടെ തുമ്പൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്. മായത ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. ജെറ്റിനും അതുപോലെ ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ ചെറിയ വിഷമമൊക്കെ ആയിട്ടാണ് കേട്ടോ ഒത്തുകൂടിയത്. എന്താന്ന് വെച്ചാൽ ജെറ്റിനും തിരിച്ച് നാട്ടിൽ പോവാണ്, മലാവിക്ക്. ഷിങ്കായി. ഷിങ്കായി മാലി സ്വദേശിയാണ് കേട്ടോ. രണ്ടുപേരും ഒരേ കോണ്ടിനെന്റിലാണെങ്കിലും 2 രാജ്യത്ത് നിന്നുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസമേ കിട്ടിയോളെങ്കിലും മാക്സിമം അടിച്ച് പൊളിച്ചിട്ടാണ് പിരിഞ്ഞത്. ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടിയ എനർജി മതി നമുക്ക് എത്ര വലിയ പ്രോബ്ലത്തിനെയും ഓവർകം ചെയ്യാനായിട്ട്.